ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റീരിയോൻ്റെ താറിൽ വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യാൻവസ് ഇൻബിൽഡായിട്ട് വരുന്നതാണ്. 10.38 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. QLED ഡിസ്പ്ലേ ആണ്. 2GB 32GB ആണ് ഇതിൻ്റെ മറ്റേ റാമും ഇൻ്റേണൽ മെമ്മറിയും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഇൻബിൽഡായിട്ട് തന്നെ ഇതിൽ ക്യാൻവസ് വരുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TPMS, അതായത് ടയർ പ്രഷർ മോണിറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഫ്യൂവൽ സെൻസിങ്, പിന്നെ ആവറേജ് മൈലേജ്, പിന്നെ ആവറേജ് ഡിസ്റ്റൻസ്, ഡോർ ഇൻഡിക്കേഷൻ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്, DSP വരുന്നുണ്ട്, HD സപ്പോർട്ട് ചെയ്യും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വയ്ക്കാൻ പോകുന്നത് കഴിഞ്ഞാൽ thar ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2022 മോഡലാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OEM മറ്റേ USB അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് കറക്റ്റായിട്ട് ഇതിൽ വർക്ക് ചെയ്യും. നമുക്ക് വേറെ എക്സ്ട്രാ ആയിട്ട് വേറെ വയർ ഇട്ടിട്ടുള്ള പരിപാടിയല്ല ഇതിലുണ്ടാവുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് വരുന്ന 9 ഇഞ്ച് സ്റ്റീരിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ക്രീൻ സൈസും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇത് കസ്റ്റമർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ OEM സ്റ്റീരിയോ തന്നെ ക്യാമറ ഒരു ഷോറൂമിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമറ തന്നെ ഇതിൽ വർക്ക് ചെയ്യണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ OEM സ്റ്റീരിയോയിൽ ക്യാമറ ഒരു ഷോറൂമിൽ നിന്നാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വയറാണ് അതിൽ ആ ടാപ്പ് അടിച്ചിട്ട് കാണുന്നത്. അത് ശരിക്കും ഇത് ഇങ്ങനെയല്ല. ഇപ്പോൾ നമ്മളുടെ അവിടെ നിന്നൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് പ്ലഗ് ആൻഡ് പ്ലേ പോലെ തന്നെ വരുന്നുണ്ട്. ഇത് അവരെന്താണെന്ന് അറിയില്ല. അത് കസ്റ്റമർ ഷോറൂമിൽ നിന്ന് ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് ടാപ്പ് അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഊരിയെടുക്കുന്ന പ്ലഗുകൾ മറ്റേ നമ്മുടെ ഈ സ്റ്റീരിയോൻ്റെ ബാക്കിൽ ജസ്റ്റ് കണക്ട് ചെയ്യാറുണ്ട്. അതിന് കപ്ലറുകൾ വരുന്നുണ്ട്. അത് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. വേറെ ഇത് OEM സ്റ്റീരിയോൻ്റെ മറ്റേ USB പിന്നാണ് അത് വരുന്നത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും അതിൽ കറക്റ്റ് വർക്കിംഗ് ആയിരിക്കും. ഇതാണ് അതിൻ്റെ ക്യാൻവസ് യൂണിറ്റ് വരുന്നത്, സെപ്പറേറ്റ് വരുന്നത്. അതതിൻ്റെ ഒപ്പം വരുന്നതാണ്, ആ സ്റ്റീരിയോൻ്റെ ഒപ്പം വരുന്നതാണ്. ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. മെയിൻലി ഇത് അതിൻ്റെ പിയാനോ ഫിനിഷ് പാനലാണ് അതിൽ വരിക. പിന്നെ അതിൻ്റെ സൈസ്, സ്ക്രീൻ സൈസ് 10.38 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരക്കേടില്ല. അതായത് 10 ഇഞ്ച് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സൈസിനേക്കാളും ഇത്തിരി കൂടി കൂടുതലുണ്ടാവും. കുറച്ചുകൂടി വൈഡായിരിക്കും, അതായത് കുറച്ച് നീളം കൂടുതലുണ്ടാവും അത് ഈ ഡിസ്പ്ലേ. നോർമലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ഇതൊന്നും മാറിയിട്ടുള്ളൊരു ടൈപ്പ് സ്റ്റീരിയോ ആണത്. പിന്നെ ഈ അതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ നോർമലായിട്ട് ഇപ്പോൾ 9 ഇഞ്ച് വയ്ക്കുകയാണെങ്കിലും നോർമലായിട്ട് തന്നെ വർക്ക് ചെയ്യാറുണ്ട്. നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിലുള്ള എല്ലാ ഫംഗ്ഷനും നിങ്ങൾക്ക് 9 ഇഞ്ച് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇത്ര കോസ്റ്റ് വരില്ല. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് ഇത് സംഭവം. എന്നിരുന്നാലും മറ്റേ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കാഴ്ചയിൽ ഇത്രയും കൂടി ലുക്ക് ഉണ്ടാവും സംഭവം. ഈ 9 ഇഞ്ചും 10 ഇഞ്ചും വയ്ക്കണേക്കാളും ഇത്ര കൂടി ലുക്ക് ഈ പറഞ്ഞ സ്റ്റീരിയോ. ഇത് പക്ഷേ എല്ലാ വണ്ടികളുടെയും ഇത് അവൈലബിൾ അല്ല അത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്ന ഈ QLED ആയ കാരണം തന്നെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ നമുക്ക് നോക്കിയാലും ഇത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് ഉണ്ടാവും ഈ ടൈപ്പിന്, ഈ ഡിസ്പ്ലേക്ക്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആ ടയർ പ്രഷർ മോണിറ്ററൊക്കെ അതിൽ കറക്റ്റായിട്ട് തന്നെ അതിൽ കാണിക്കും. ഇതിൽ കാണിക്കുക ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ പ്രഷർ മോണിറ്ററാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നമുക്ക് ആദ്യം കാണിച്ചു തന്ന വണ്ടിയിൽ കാണിച്ചു തന്ന സെയിം ഇതിൽ കറക്റ്റായിട്ട് തന്നെ അതിൽ കാണിക്കും അത് ടയർ പ്രഷർ. പിന്നെ അതുപോലെ തന്നെ എവറേജ് മറ്റേ അതിൻ്റെ ഡിസ്റ്റൻസ് കാര്യങ്ങളും ഇതിൽ കാണിക്കും. അതിനുള്ള ഒരു ഓപ്ഷൻ അതിൽ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിലത്തെ മറ്റേ ആക്ച്വലി അതിലുള്ള നമ്മുടെ മീറ്റർ കൺസോളിൽ വരുന്ന സെയിം മറ്റേ അതിൻ്റെ ഡിജിറ്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ സ്ക്രീനിലും വരിക. അതിൽ വ്യത്യാസങ്ങളൊന്നും വരില്ല, കറക്റ്റായിരിക്കും അത്. ചില ക്യാൻവസിലൊക്കെ അത് ചെറിയ ചെറിയ എററുകളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇവരുടെ ഈ ക്യാൻവസിൽ അങ്ങനെ കംപ്ലൈൻറ്റുകളൊന്നും കാണിക്കാറില്ല. അതായത് കറക്റ്റായിട്ട് തന്നെ അതിൽ കാണിക്കും അത്. പിന്നെ വേറെ നമ്മളതിൽ അഡീഷണലായിട്ടൊന്നും ചെയ്യേണ്ടും വരാറില്ല. ഇതിപ്പോൾ അതിൻ്റെ മീറ്റർ കൺസോളിൽ അത് ഈ സെയിം കിലോമീറ്റർ തന്നെയാണ് അതിലും കാണിക്കുക.
ഈ 155 എന്നുള്ള സെയിം കിലോമീറ്റർ തന്നെയാണ് അതിലും കാണിക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറും നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ഇടാം. നിങ്ങൾ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് തിരക്കായ കാരണമാണ് ഞാൻ വീഡിയോസൊന്നും ഇടാത്തത്. ഇനിയും കുറച്ച് നാളുകൾ ഞാൻ അടുപ്പിച്ചിന് വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.